പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SLC+2 പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു. കൂടാതെ വൈപ്പിങ്കരയിലെ കോൺഗ്രസ് തറവാട്ടിലെ കാരണവരായ മുതിർന്ന കോൺഗ്രസ് നേതാവ് MJ ടോമിയെ ആദരിച്ചു. AH ഹരീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് BD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. അജയ് തറയിൽ, മുഹമ്മദ് ഷിയാസ്, AJ സഹദേവൻ, VA സോളിരാജ്, പ്രഷീല ബാബു തുടങ്ങിയ നിരവധി കോൺഗ്രസ് പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് ശ്രീ BD സതീശൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് കൂടി എനിക്ക് സംസാരിക്കേണ്ടത്. നമ്മുടെ കേരളത്തില് ഇപ്പൊ നടന്ന ഈ പാർലമെന്റ് ഇലക്ഷനിൽ ശക്തമായ നേതൃത്വം കൊടുക്കുകയും കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും വമ്പിച്ച വിജയം കരസ്ഥമാക്കിയത് അദ്ദേഹത്തിന്റെയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെയും ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് എല്ലാ ബൂത്തുകളിലും നമുക്ക് ലീഡ് നേടാൻ കഴിയുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു സ്റ്റെൻഡ് നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ മുഹമ്മദ് സന്തോഷം ക്ഷണിക്കുന്നു. പള്ളിപ്പുറം നോർത്ത് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ എല്ലാവരും ഫുൾ A+ കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. ആദ്യമായി ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും ഹൃദയംഗമായ അഭിനന്ദനം അർപ്പിക്കാൻ ഈ അവസരം ചെയ്യുകയും ഒപ്പം അവരുടെ അധ്യാപകരോടും അവരോടൊപ്പം നിന്ന് അവരുടെ രക്ഷകർത്താക്കളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. ഇത് നല്ല മാർക്ക് മേടിക്കുന്ന ഒരു ടീം വർക്കാണ്. രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും കൂടി ഒരുമിച്ചുള്ള ഒരു ടീം വർക്കാണ് ഇത് നേരുന്നത്. ഇനിയും ഒരുപാട് വിജയങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലമാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ വളരെ പരിമിതമായ സാധ്യതകളാണ്. ഒന്നുകിൽ മെഡിസിന് പോകണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകണം, അല്ലാതെ വേറെ എന്തെങ്കിലും പോയാൽ ഉള്ളിലെന്നാണ് പിന്നെ തെറ്റായ ധാരണയായിരുന്നു. പക്ഷെ ഇത് മെഡിസിൻ നല്ലതാണ്, എഞ്ചിനീയറിംഗ് നല്ലതാണ്, അതുപോലെ ഏത് കോഴ്സിന് വേണമെങ്കിൽ പോവാം. നല്ല ലോ സ്കൂളുകളുണ്ട് നാട്ടിൽ, നല്ല മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നമുക്ക് ഹിസ്റ്ററി പഠിക്കാം, ജോഗ്രഫി പഠിക്കാം, നമുക്ക് ലാംഗ്വേജ് പഠിക്കാം. ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അറിയപ്പെടുന്ന ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പുതിയ വിഷയങ്ങൾ, പുതിയതായ വിഷയങ്ങൾ ധാരാളം. എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജനറ്റിക് സ്റ്റഡീസ് തുടങ്ങി നിരവധിയായ മറൈൻ എഞ്ചിനീയറിംഗ്, മറൈൻ സ്റ്റഡി, ഒരുപാട് വിഷയങ്ങൾ, പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുട്ടികൾക്ക് ഏത് വിഷയത്തിനോടാണ് താല്പര്യം, അവർ ഏത് വിഷയത്തിനോടാണ് പാഷനേറ്റ് ആകുന്നത്, ആ വിഷയത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ നോക്കും. ഇപ്പൊ ഒരു കാര്യമുണ്ട്, MBBS ഉണ്ട്. ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് പോയി BTech പാസ്സായിരുന്നു. എവിടെ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ? എനിക്ക് MBA ഉണ്ട്, ഒരുപാട് MBA ഉണ്ട്. ഏത് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് MBA, ഏത് ലോ സ്കൂളിൽ നിന്നാണ് LLB, എവിടെ നിന്നാണ് ഈ മാസ്റ്റർ ഡിഗ്രി ചെയ്യുന്നത്? അതായത് പഠിക്കുന്ന ഡിഗ്രിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് പഠിക്കുന്ന സ്ഥാപനത്തിന്റെ റേറ്റിംഗ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏറ്റവും നല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം, ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ളത് എവിടെയാണ്? കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിൽ പോകണം, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകണം. വൃത്തിയായി ഭംഗിയായി ചെയ്യുന്ന ഊർജ്ജസ്വലനായ രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, നാടിലെ ആളുകളുടെ കൂടെ ജീവിക്കുന്ന, എല്ലാവർക്കും പരിചയമുള്ള, നിങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രദേശത്ത് ആർക്കും MJ ടോമി എന്ന് പറയുന്ന അറിയാൻ പാടില്ലാത്ത ആൾ പോലും ഉണ്ടാവില്ല. കുടുംബത്തിലെ എല്ലാവർക്കും അറിയാം, ഈ ഹാർബറിലെ മുഴുവൻ ആളുകൾക്കും അറിയാം, എത്രയോ മാറി മാറി നിന്ന തലമുറകൾക്ക് അറിയാം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാവരെയും ചേർത്ത് നിർത്തലാണ് എന്ന് തെളിയിച്ച രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ഞങ്ങളുടെ എല്ലാ പ്രിയങ്കരനായ ടോമി ചേട്ടന് ഈ അവസരത്തിൽ ആദരവുകൾ അർപ്പിക്കാൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തല ഉയർത്തി നിർത്തുവാനായിട്ട് അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ നാടിന്റെ അഭിമാനമായ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഞങ്ങളെയും ആദരിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന
നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ MLA-ക്ക് എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷകർത്താക്കളുടെ പേരിലും എല്ലാ നേതാക്കന്മാരുടെ പേരിലും ഏറെ സ്നേഹത്തോടും അഭിമാനത്തോടും കൂടി നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഒരു വരവേൽപ്പും ആദരവും നൽകിക്കൊണ്ട് ഞങ്ങളെ അഭിനന്ദിച്ച പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയുടെ ഒരുക്കത്തിനായി അക്ഷരം പ്രവർത്തിച്ച എല്ലാ നേതാക്കൾക്കും ഏറ്റവും പ്രധാനമായി നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ബാബു ചേട്ടനും ഒരുപാട് സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാർട്ടിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ വി.ഡി. സതീശൻ, ഷിയാസ്, അവരൊക്കെ നിങ്ങളെ അനുമോദിക്കാൻ തിരക്കിനിടയിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ബാബു നിർബന്ധമായി വിളിച്ചത് കൊണ്ടും ഇത്തരം പരിപാടികളിലുള്ള അവരുടെ സമീപനം ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് എന്ന് കാര്യം സൂചിപ്പിക്കാൻ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ പ്രസീല മുത്ത് ചങ്ക് എന്നെല്ലാം വെച്ച് ടോപ്പി അഭിസംബോധന ഞാൻ നോട്ടീസ് ഇപ്പോഴാണ് മൈസൂരിൽ പറഞ്ഞ ടോപ്പിയെ 50 വർഷക്കാലം എനിക്ക് ഞാനും 50 വർഷം കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ ഞാൻ യൂണിറ്റ് പ്രസിഡന്റായത് 24 ശ്രീ ടോമിയെയാണ് ഞാൻ വൈപ്പിൻകരയിൽ ആദ്യം പരിചയപ്പെടുന്ന ഒരു നേതാവ്. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള മടിയുമില്ല. അത് സ്ഥാനങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടോ ഇല്ലെന്നല്ല. പാർട്ടിയുടെ എന്ത് പരിപാടിക്കും തെരഞ്ഞെടുപ്പിനായാലും ഒന്നും നോക്കാതെ ഇറങ്ങി തിരിച്ച് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറുന്നതുകൊണ്ട് കഴിഞ്ഞ 50 വർഷമായി വൈപ്പിൻകരയിലെ സുഖദുഃഖങ്ങളിൽ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഈ രാജ്യത്തിനോടൊപ്പം നിന്ന ശ്രീ ടോമിയെ അനുവദിക്കാതെ നിവർത്തിയില്ല. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.